കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് പത്രത്തിൽ വന്നൊരു വാർത്തയായിരുന്നു ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടത്തിയത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് എന്നുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തിയിട്ടുള്ളത് LDF സർക്കാരാണെന്ന് പറയുന്നിടത്തു നിന്നും ഇപ്പോൾ PSC നിയമനങ്ങൾ നടക്കുന്നില്ല, ഒന്നാം റാങ്കുകാർക്ക് പോലും ജോലി കിട്ടാത്തൊരവസ്ഥയിലേക്ക്, നിയമനമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിനേക്കാളുപരി താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു പോകുന്ന ഭൂരിഭാഗം ആളുകളെയും സ്ഥിരമാക്കാനുള്ള ഒരു നീക്കങ്ങൾ കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതൊരർത്ഥത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ ലാഭത്തിന്, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള CPM-ന്റെ പുതിയ തന്ത്രം അല്ലെങ്കിൽ പഴകി തേഞ്ഞ തന്ത്രം വീണ്ടും എടുത്ത് പ്രയോഗിക്കുന്ന രീതിയാണിത്. ഹർഷ പറഞ്ഞ ആ തന്ത്രത്തിലേക്ക് തന്നെ ഞാൻ വരാം. അതായത് 10 വർഷം സർവീസുള്ള ഇതേപോലെ കോൺട്രാക്റ്റിൽ കയറിയവരെ, പിന്നെ എംപ്ലോയ്മെൻറ്റ് വഴി കയറിയവർ ഒക്കെ തന്നെ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ വന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ രണ്ടാം ടൈം ആകുമ്പോൾ 10 വർഷം ആവുകയാണ്. അപ്പോൾ ഇവരുടെ സഖാക്കളും മറ്റ് പാർട്ടിക്കാർ പറയുന്ന പോലെ ഇവരുടെ സഖാക്കളും സഖാത്തികളും ആണ് ഈ ജോലി കയറിയിരിക്കുന്നത്. കൃത്യമായ ബുദ്ധിപൂർവമായ നീക്കം തന്നെയാണ് നടത്തുന്നത് എന്ന് തോന്നുന്നു. കാരണം ഈ പറയുന്ന 10 വർഷം എന്നുള്ള മാനദണ്ഡം വെക്കുമ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്ന് 10 വർഷം പിന്നിടുമ്പോഴാണ് അടുത്ത തിരഞ്ഞെടുപ്പ്, രണ്ടാമത്തെ പിണറായി സർക്കാരും കഴിഞ്ഞ് പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് 2026 വരാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന 10 വർഷത്തോളമായി പിൻവാതിൽ നിയമനം, വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച നിയമനം, അതിലൂടെ ജോലി കിട്ടിയ സർക്കാരിന്റെ സ്വന്തം ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ മുൻപ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്ന പോലെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാവരെയും, അല്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധമുള്ള ആളുകൾ, അല്ലെങ്കിൽ അത്രത്തോളം അങ്ങനെയുള്ളവരെയൊക്കെ പിൻവാതിൽ വഴി നിയമിച്ച് സർക്കാർ സ്ഥാപനങ്ങളിൽ സേഫ് ആക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ചില ഇത്തരത്തിൽ പിൻവാതിൽ നിയമനം വഴി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രീതിയിലൂടെ ജോലിക്ക് കയറിയ ഒരു കൂട്ടം ആളുകളുടെ ഭയം എന്ന് പറയുന്നത്, അതെ, പാർട്ടിയുടെ പ്രീതിയിലൂടെയൊക്കെ ജോലിക്ക് കയറിയ ആളുകൾ ഇപ്പൊ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ 2026 സ്വാഭാവികമായിട്ടും ഭരണം മാറുമല്ലോ, അപ്പോൾ പുതിയ ജോലിയൊക്കെ കണ്ടുപിടിക്കണം. ഇപ്പോഴുള്ള ഒരു ജോലിയുടെ കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇല്ല എന്ന് പറയുന്നിടത്തു നിന്നും അങ്ങനെയൊന്നുമല്ല, നിങ്ങളുടെ ജോലി ഞങ്ങൾ ഉറപ്പാക്കി തരാം, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങുമോ എന്ന് ഉറപ്പില്ല, പിണറായി 3.0 തീർച്ചയായിട്ടും വരും, നിങ്ങളെ ഞാനാണ് ഈ പറയുന്ന സ്ഥാനങ്ങളിൽ ഇരുത്തിയതെങ്കിൽ ഇവിടെ സേഫ് ആക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പദ്ധതിയാണ് പിണറായി വിജയൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. കൃത്യമായി ഈ പറയുന്ന 10 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 100 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 1000 ആയിക്കോട്ടെ, ഈ പറയുന്ന ഒരു 100 പേരെടുത്തോ, 100 പേരിൽ തന്നെയും ഈ 100 ആളുകളെ ഈ പറയുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി നൽകിയിട്ടുണ്ടെങ്കിൽ ഈ 100 പേരിൽ ഒരാളുടെ വീട്ടിൽ എങ്ങനെ പോയാലും 4 or 5 വോട്ടുണ്ടാവും. സ്വാഭാവികമായും ഈ 100 പേരുടെ വീട്ടിൽ നിന്ന് വോട്ട് കിട്ടുമ്പോൾ അത് തങ്ങളുടെ ഒരു അക്കൗണ്ടിൽ കിടക്കുമെന്നുള്ള കൃത്യമായ കണക്കുകൂട്ടലാണ് CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്, ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭരണമാറ്റം വന്നാൽ തീർച്ചയായും തങ്ങളുടെ ജോലി പോകും, പിന്നീട് CPM-നുള്ള വിശ്വാസം പോകും, CPM-നോടുള്ള ഒരു ചായ്വ് പോകും, പിന്നെ ഇവരെല്ലാവരും വോട്ട് കൂട്ടാൻ പോകുന്നത് വേണ്ട ഹർഷ. വോട്ട് ഇപ്പം ഇലക്ഷൻ വരുമ്പോ തന്നെ തീർച്ചയായും അതെ വോട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് പ്രതീക്ഷയില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത്. CPM-ന് പ്രതീക്ഷ, അവർക്ക് സ്വയം ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യുന്നത്. പറഞ്ഞോളൂ. അതെ, കോൺഫിഡൻസിന് വേണ്ടി എല്ലാവരും ഉറപ്പിക്കൽ, അതായത് ഈ പറയുന്ന കമ്മിറ്റ്മെന്റ് കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യണം. ഇതിനു മുൻപ് മണിയാശാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ തന്ന പണം വാങ്ങി ശാപ്പാടടിച്ചിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചർ പോയി തൊഴിലുറപ്പ് തൊഴിലാളികളോട് പറഞ്ഞതുപോലെ ഓണത്തിന് ഞങ്ങൾ മാത്രമല്ലേ അലവൻസ് തരുന്നത്, ഏത് സംസ്ഥാനത്താണ് ഓണത്തിന് അലവൻസ് കൊടുക്കുന്നത് എന്ന് ചോദിച്ച് ട്രോള് വാങ്ങിയതുപോലെ ഒരു പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളല്ലേ നിങ്ങൾക്ക് ജോലി തന്നത്, നിങ്ങൾക്ക് തന്ന ജോലി ചെറിയ കാര്യം. അതെ, ഏത് എന്ന് വെച്ചാൽ ഇപ്പം ഹർഷ പറഞ്ഞില്ലേ, ഒരു ബ്രാഞ്ച് കമ്മിറ്റി എന്നോ പറയുന്നത് പാർട്ടി ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ് പാർട്ടിക്കാർക്ക്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിൽ, അല്ലെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിൽ ഒരാളാണെങ്കിൽ ആ വീട് ഒരു പെൺകുട്ടിയാണ്, അവരുടെ ഭാഷയിൽ, മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഭാഷയിൽ ഒരു സഖാത്തിക്കാണ് ജോലി കൊടുക്കുന്നതെങ്കിൽ അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വോട്ട് കിട്ടും. ഇവിടെ 5, അവിടെ 5 വെച്ച് 10, പിന്നെ അവരുടെ മറ്റു ബന്ധുക്കൾ, അവർക്ക് വേണ്ടപ്പെട്ടവർ എല്ലാം കൂടി 200 വോട്ടെങ്കിലും പോട്ടെ, ഒരു 20 വോട്ടെങ്കിലും കിട്ടും തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് PSC, അല്ലെങ്കിൽ ഈ PSC എഴുതി കഷ്ടപ്പെട്ട് പഠിച്ച് PSC എഴുതി എത്രയോ ആളുകൾ 1ാം റാങ്കും 2ാം റാങ്കും ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരു കാര്യം കൂടെ ഹർഷാദ് പറയണം. സെക്രട്ടേറിയറ്റിൽ നമ്മുടെ PSC റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്ന വനിതാ കോൺസ്റ്റബിൾമാർ, പെൺകുട്ടികളുടെ ആ സമരം ഓർമ്മയുണ്ടോ? അതെ, പറയൂ. അതെ, അതുപോലെയുള്ള സമരങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന അതെ തീർച്ചയായിട്ടും അവരൊക്കെ തന്നെയും എത്രത്തോളം രാപ്പകലില്ലാതെ ഇരുന്ന് ഉറക്കമുളച്ചിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതി വിജയിച്ച് റാങ്ക് ഹോൾഡറായി വരുമ്പോൾ ആ റാങ്കിന് ആ ഒരു കുറച്ച് നാളത്തെ ഒരു ആയുസ് മാത്രമേ ഉള്ള ആ സന്തോഷത്തിന്, അതിനുശേഷം തങ്ങൾക്ക് നിയമനം ലഭിക്കുന്നില്ല എന്നറിയുമ്പോഴാണ് യഥാർത്ഥ ചതി എന്താണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനേക്കാൾ ഉപരി ഇപ്പോൾ നമ്മളെപ്പോഴും ഈ പറയുന്ന സർക്കാർ ആശുപത്രികളെ കുറ്റം പറയുന്നു, പല സർക്കാർ സ്ഥാപനങ്ങളെ കുറ്റം പറയുന്നു.
ചിന്തിക്കണം, ഇവിടെയൊക്കെ ഈ പറയുന്ന തസ്തികകളിൽ ഒഴിവുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അവരതെല്ലാം സേഫ് ആക്കി വെച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലെയും ഒക്കെ നിയമിക്കാം, അല്ലെങ്കിൽ തങ്ങൾക്ക് ആവശ്യമുള്ള ആരെങ്കിലെയും ഒക്കെ ഈ സ്ഥാനങ്ങളിൽ കയറ്റാം എന്നുള്ള നീക്കത്തോടു കൂടി നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ടിരുന്നു. ആര്യ രാജേന്ദ്രനെ കുറിച്ച് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പല സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ ആര്യയുടെ ഇഷ്ടപ്രകാരമാണ് ആൾക്കാരെയൊക്കെ സ്ഥാപിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് PSC എഴുതിയവർക്കൊന്നും ജോലി ലഭിക്കുന്നില്ല. ഇപ്പോൾ ആഴ്ചകൾക്കോ മാസങ്ങളോ മാത്രം ബാക്കി നിൽക്കെ ഇനിയിപ്പോൾ 2 വർഷത്തോളമാണ് PSCയുടെ ഒരു കാലാവധി എന്ന് പറയുന്നതൊക്കെ തന്നെയും. റാങ്ക് കിട്ടിയിട്ടും ജോലി കിട്ടാതെ പോകുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പിന്നെ എന്തിനാണ് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വീണ്ടും PSC എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ പ്രസക്തമായ ഒരു കഴിഞ്ഞ സാർ എന്തിനാണ് സാർ ഞങ്ങൾ ഈ പറയുന്ന അത് നമ്മൾ പറയേണ്ടത്, അധ്യാപക നിയമനത്തിന് പ്രൊഫസർ പോസ്റ്റിലേക്ക് ജോലിയിൽ 1ാം റാങ്കിൽ വന്നവർ ചോദിക്കാൻ സാർ എന്തിനാണ് സാർ ഞങ്ങൾ പിന്നെ ടെസ്റ്റ് എഴുതുന്നത്? പറ്റിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ജനങ്ങളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ കൃത്യമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആവശ്യത്തിന്, അവരുടെ ആഗ്രഹത്തിന്, അവരുടെ ആവശ്യത്തിന്, അവരുടെ ആഗ്രഹത്തിന് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ അതിനെ വഴിതിരിച്ചു വിടുമ്പോൾ എത്രയോ പേരുടെ ജീവനും ജീവിത മാർഗവുമാണ് വഴിമുട്ടി പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകളാണ് സർക്കാർ കാണാതെ പോകുന്നത് എന്നുള്ള വലിയൊരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ പ്രധാനമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് CPM-ന്റെ ഓരോ നീക്കങ്ങളും പൊളിച്ചുകൊണ്ട് KC വേണുഗോപാൽ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന നീക്കത്തിനെതിരെയും കൃത്യമായി KC വേണുഗോപാൽ MP രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ്. ലോക്സഭയിൽ ഈ ഒരു പ്രശ്നം ഉന്നയിക്കാൻ പോകുന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിലൂടെ സംസ്ഥാന സർക്കാരിന്റെ ഗൂഢമായ നീക്കം, ഈ പറയുന്ന PSC നിയമനത്തിലൂടെ വരുന്ന ആളുകളെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് പിൻവാതിൽ നിയമനത്തിലൂടെ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ കുത്തിക്കയറ്റിയപ്പോൾ അവർക്കുണ്ടായ നേട്ടം കൃത്യമായി KC വേണുഗോപാൽ MP പൊളിച്ചു കൊടുക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിലൂടെ ഈ പറഞ്ഞ PSC റാങ്ക് ഹോൾഡേഴ്സ് എല്ലാവരും തന്നെയും കോടതിയിലേക്ക് സമീപിക്കാൻ പോകുന്നു. പക്ഷെ അവരെത്രയൊക്കെ സമരം നടത്തിയാലും നീതി ലഭിക്കുമോ എന്നുള്ള സംശയമാണ്. ഈ ഒരു സമയത്തിനിടയ്ക്ക് ഇതെല്ലാം അവർ ചെയ്യും. അതെ, ഈ ഗവൺമെന്റ് ചെയ്യും. തീർച്ചയായിട്ടും അതിന്റെ ഓർഡിനൻസ് വരാൻ പോവാന്നാ പറയുന്നത് അല്ലെ? അത് പറയുന്നുണ്ട്, അങ്ങനെ വാർത്ത വരുന്നുണ്ട്. പറഞ്ഞോളൂ. കഴിഞ്ഞ ഇനിയിപ്പോ 2-3 മാസങ്ങൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ, അതായത് LDF സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ പിണറായി സർക്കാരിന് ആയുസുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, അത് കഴിയുമ്പോഴത്തേനും ഇതിപ്പോ ഫെബ്രുവരിയാണ്, മാർച്ച് അവസാനത്തോടു കൂടി ഏതാണ് തിരഞ്ഞെടുപ്പ് വരും. ഏപ്രിലോട് കൂടി അതിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഈ പറയുന്ന അധികാര പദവികളിൽ നിന്നും ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന നിലയിലേക്ക് എത്തും കാര്യങ്ങൾ. അപ്പോ ഈ പറയുന്ന വോട്ടുകൾ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ നാണംകെട്ട തോൽവി ഒഴിവാക്കാൻ, തോൽക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്, പക്ഷെ നാണംകെട്ട തോൽവി ഒഴിവാക്കാൻ ഇത്രയുമെങ്കിലും വോട്ടുകൾ പിടിച്ചെങ്കിലേ സാധിക്കുള്ളൂ എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അപ്പോ അതിനു വേണ്ടിയുള്ള തത്രപ്പാടിൽ ഇതല്ല, ഇതിനപ്പുറം സംസ്ഥാന സർക്കാർ ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ എന്തിന് PSC എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ മറുപടി പറഞ്ഞേ തീരുള്ളൂ എന്നുള്ളതാണ്. ഈ പറയുന്ന പരീക്ഷ എഴുതി വിജയിച്ച് വന്നിരിക്കുന്ന എത്രയോ വിദ്യാർത്ഥികളായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ 35 വയസ്സ് വരെയാണ് പ്രായം, അതിനുള്ളിലുള്ള എത്രയോ യുവാക്കളുണ്ട് എന്നുള്ളതാണ്. അപ്പോ കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്. ശരിക്കും പറയാൻ നമുക്ക് വളരെ ഒരു വിഷമം തോന്നുന്നതാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ആ കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ സമരം, അവർ എങ്ങനെയെല്ലാം സർക്കാരിന്റെ കണ്ണു തുറക്കൂ എന്ന് പറഞ്ഞ് അവർ സമരം ചെയ്തു. അത് മാത്രമല്ല, നിരവധി റാങ്ക് ഹോൾഡേഴ്സ് സമരം ചെയ്യുകയാണ്. എത്രയോ ആഗ്രഹത്തോടു കൂടിയാണ്. അതെ ഹർഷ, നമുക്കതിന് നിസ്സാരത്തോടെ പറയാൻ കഴിയില്ല. ഇപ്പൊ ഹർഷ എന്ന് പറയുന്ന ഒരു യങ്സ്റ്റർ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ എത്ര പെയിൻ എടുത്ത് പഠിച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റിൽ, ആ പെയിൻ എവിടെ കൊണ്ടുപോകും? എത്രയോ തവണ എഴുതിയിട്ടാണ് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ മെറിറ്റുകളുണ്ട് ഹർഷ, ജാതി അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങളിൽ നമ്മുടെ പേര് തന്നെ ആൽഫബറ്റിക് ഓർഡറിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ തന്റെ തൊട്ടുമുള്ളവർക്ക് കിട്ടി, തനിക്ക് കിട്ടിയില്ല എന്ന വിഷമം, ഇത്രയും മെറിറ്റ് ഉണ്ടായിട്ട് അതൊക്കെ നമുക്ക് ഇതിൽ കാണേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും. എന്നിട്ടാണ് ഈ പറയുന്ന പോലെ താൽക്കാലികമായി അവരുടെ, പക്ഷേ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇതൊന്നും നടക്കില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഈ പറയുന്ന നമ്മുടെ അടുത്തൊരു ഭരണമാറ്റം വരുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ നിയമിച്ച ആളുകളൊക്കെ തന്നെയും കൃത്യമായി മറ്റൊരു ജോലി നോക്കേണ്ടത് തന്നെയായിരിക്കും ബുദ്ധി. 10 വർഷത്തോളം സന്തോഷത്തോടു കൂടി സുഖത്തോടു കൂടി ജീവിച്ചല്ലോ, ഇനി ഒരു മാറ്റമൊക്കെ നല്ലത് തന്നെയാണ് എന്നാണ് ഈ ഒരു അവസാന ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്.